ഗുഡ് മോർണിംഗ്. ഇന്ന് കുറേ പരിപാടികൾ നമുക്ക് ചെയ്യാനുള്ള ദിവസമാണ്. ഇന്ന് ദുഃഖശനിയാണ്. പക്ഷെ ഇപ്പോൾ സമയം കാലത്ത് 6 മണിയാണ്. എന്തോ ഭാഗ്യത്തിന് ഒരു ബാഡ്മിൻ്റണ് സ്ലോട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു 7 to 8. അപ്പോൾ നമ്മളിന്ന് പോവാണ്. ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയായിരിക്കും തുടങ്ങുന്നത്. ഇന്നലെ പരിപാടികളെല്ലാം കഴിഞ്ഞ് കിടന്നപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി കിടന്നപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ലേറ്റ് ആയിരുന്നു. അതുകൊണ്ട് കുറച്ച് സമയം ഉറങ്ങാൻ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ കാലത്ത് തന്നെ കുറച്ച് എനർജി ആയിട്ട് തുടങ്ങാം. ആൻഡ് ഈ വെതർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വെതർ, ഈ മഴ. കഴിഞ്ഞ ദിവസം ഇവിടെ നല്ല മഴയുള്ളൊരു ദിവസം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ കൊടി എടുത്തിട്ടുണ്ടായിരുന്നില്ല, നനഞ്ഞൊരു പരിവായിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് എന്തായാലും വേണ്ടാന്ന് തീരുമാനിച്ച് വെതർ നോക്കി കൊടയൊക്കെ എടുത്ത് സെറ്റപ്പ് ഞാൻ ഇറങ്ങി. വെതറിന്റെ കാര്യത്തിൽ പലർക്കും പല ഇഷ്ടങ്ങളായിരിക്കും. ചിലർക്കത് വെയിലായിരിക്കാം, ചിലർക്കത് മഞ്ഞായിരിക്കാം. എന്നെ സംബന്ധിച്ച് അത് എപ്പോഴും മഴയാണ്. ഒരു പക്ഷേ ഫുൾ ടൈം മഴ പെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒന്ന് മഴയൊക്കെ ഒന്ന് ചാറിപ്പോയാൽ അല്ലെങ്കിൽ മഴ പെയ്തു പോയാൽ ആ വഴി കൂടെ നടക്കുമ്പോൾ കൊടയൊക്കെ പിടിച്ച്, ഇനിയിപ്പോൾ കൊട ഇല്ലാതെ പിടിച്ച് നടക്കുമ്പോഴും ആ കിട്ടുന്നതിന്റെ ഒരു സുഖം വേറൊരു വെതറിനും എനിക്കങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ല. ഒരുപക്ഷെ അതിന്റെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് മെലഡീസ് സോങ്സും കൂടെ കേൾക്കുകയാണെങ്കിൽ ഞാൻ അവിടെ തന്നെ ഫ്ലാറ്റ് ആയിട്ടുണ്ടായിരിക്കും. നമ്മൾ ഓടിയെത്തി. 8 മിനിറ്റിലായിരുന്നു ട്രെയിൻ. വി ആർ ഗോണ ഗെറ്റ് ദി ട്രെയിൻ. പിന്നെ മെട്രോ കിട്ടാനുള്ള ഓട്ടം അത് നമ്മുടെ സ്ഥിരം പരിപാടിയാണ്. പക്ഷെ ഇതിൻ്റെ അർത്ഥം പങ്ക്ച്വൽ അല്ല എന്നല്ല. മേ ബി അവിടെ എത്തുന്ന സമയത്തായിരിക്കും ഒരെണ്ണം പോകാൻ നിൽക്കുന്നത്. അല്ലെങ്കിൽ വിത്തിൻ 2 minutes 3 minutes ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടൈം കാണുമ്പോൾ തന്നെ പകുതി ആശ്വാസമായിട്ടുണ്ടായിരിക്കും. ഓൾമോസ്റ്റ് 6, അതായത് ഒരു 6 മണിയോടൊക്കെ അടുത്തായിട്ടുള്ളത് കൊണ്ട് തന്നെ ട്രെയിനിലധികം തിരക്കില്ല. നമ്മൾ വിചാരിച്ച പോലെ ബസ്സിൻ്റെ ഫ്രീക്വൻസി കൂടുതലല്ല, കുറവാണ്. കാരണം ഒന്ന് ഹോളി സാറ്റർഡേ ആണ്. പിന്നെ ഇവിടെയൊക്കെ നോർമലി വീക്കെൻഡ്സിലായിരിക്കും ബസ്സിൻ്റെയും മെട്രോൻ്റെയും ഒക്കെ ഫ്രീക്വൻസി കുറവ്. ചിലപ്പോൾ ചില റൂട്ടുകളിലേക്കുള്ള ബസ് ഒരു സമയം കഴിഞ്ഞാൽ, ഈവനിങ് ഒക്കെ ഒരു സമയം കഴിഞ്ഞാൽ ഉണ്ടാവുന്നില്ല. ഇതെപ്പോഴും ആലോചിക്കാറുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിൽ പൊതുവേ സാറ്റർഡേ ആൻഡ് സൺഡേ ആൾക്കാർ ഏറ്റവും കൂടുതൽ പുറത്തിറങ്ങുന്നു. അതിനനുസരിച്ച് ചിലപ്പോൾ ബസ് സർവീസ് കൂടുതലായിരിക്കും, ബസ്സിൽ നല്ല തിരക്കായിരിക്കും. ഇവിടെ നേരെ ഓപ്പോസിറ്റാണ്. വീക്ക് ഡേയ്സിൽ നമ്മൾ പോകാറുള്ള അതേ ബസ് നമ്മളൊരു പക്ഷേ വീക്കെൻഡ് നോക്കി നിൽക്കുമ്പോഴായിരിക്കും ഇന്ന് ബസ് ക്യാൻസൽ ഓർ ഈ സമയത്തില്ല എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുന്നത്. ഓടിക്കരച്ച് വന്നു, പക്ഷേ നമ്മുടെ ബസ് ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ അറിഞ്ഞോ അറിയാതെയോ നടന്നു വന്നിരുന്നൊരു ആചാരമായിരുന്നു, എത്ര പുതിയ പുതിയ കുടകൾ വാങ്ങിച്ചെന്നാലും ഒന്നെങ്കിൽ ഞാനത് എവിടെയെങ്കിലും മറന്നു വെക്കും, അല്ലെങ്കിൽ ഞാനത് എവിടെയെങ്കിലും കൊണ്ടുകളയും. കാലത്ത് പോകുമ്പോൾ ഒരു പക്ഷേ മഴയുണ്ടായിരിക്കും, വൈകുന്നേരം വരുമ്പോൾ മഴയൊക്കെ മാറി വെയിലായിരിക്കും. വീട്ടിലെത്തുന്ന സമയത്തായിരിക്കും അമ്മയുടെ ചോദ്യം വരുന്നത്, കുട എവിടെയാ പുറത്ത് വെച്ചോ? ആ നിമിഷത്തിൽ ഞാൻ മനസ്സിലാക്കും, ഇത്തവണയും കയ്യിൽ നിന്ന് എൻ്റെ കുട പോയി. പിന്നെ ഇനി ഞാൻ എങ്ങനെയൊക്കെ കുട കൊണ്ട് കളഞ്ഞാലും അമ്മ വാങ്ങിച്ചു തരില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തി പിന്നെയാണ് പൊന്നുപോലെ ഞാൻ സൂക്ഷിച്ചു തുടങ്ങിയത്. മാമ എങ്ങനെയുണ്ട് ഇത്രയും കാലത്ത് എണീറ്റിട്ട്? അടിപൊളിയല്ലേ? രണ്ടുപേർക്കും നല്ല രീതിയിൽ മടിയുള്ളത് കൊണ്ട് തന്നെ കുറേ ദിവസങ്ങളായി ഞങ്ങൾ ജിമ്മിൽ പോയിട്ട്. അപ്പോൾ ഇങ്ങനെ കാണുന്ന സാഹചര്യത്തിലായിരിക്കും ആഴ്ചത്തെ മൊത്തം കാര്യങ്ങളും രണ്ടുപേരുടെ അല്ല, മെയിനായിട്ട് ബാമയുടെ ജോലിയുടെ സ്ട്രെസ്സും കാര്യങ്ങളെല്ലാം പറയുന്നത്. 2022 സെപ്റ്റംബറിലാണ് ഞാൻ കാനഡയ്ക്ക് വരുന്നത്. അതിന് ഓൾമോസ്റ്റ് 1 year അല്ലെങ്കിൽ ഒരു 7 to 8 months ബിഫോർ എന്നെ ബാമ ഇവിടെ പഠിക്കാനായിട്ട് എന്നേക്കാൾ സീനിയറായിട്ട് കയറിയതാണ്. പക്ഷെ ഞാൻ നാട്ടിൽ വെച്ചിട്ട് തന്നെ ബാമേനെ പരിചയപ്പെട്ടിട്ടുണ്ട്, മെസ്സേജ് അയച്ചിട്ടുണ്ട്. പക്ഷെ എങ്ങനെയൊക്കെയാണെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ആർക്കും തന്നെ കൂടുതലായിട്ട് കാണാനൊന്നുള്ള സമയം ഉണ്ടായിരിക്കില്ല. കാരണം അസൈൻമെന്റ്സ്, പ്രൊജക്ട് ചെയ്യാനുണ്ടായിരിക്കും, എക്സാം ഉണ്ടായിരിക്കും. ഇതിൻ്റെ കൂടെ നമുക്ക് പാർട്ട് ടൈം ജോലിയുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ഫുഡ് ഉണ്ടാക്കണം. പിന്നെ ആദ്യം വന്നിട്ടുള്ള കുറച്ച് മാസങ്ങളിൽ അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഒരു ഇയർ ഫുൾ സ്ട്രഗിൾസിൽ കൂടെ പോകുന്നൊരു ടൈമായിരിക്കും. നമ്മൾ ആദ്യം തന്നെ എത്തി, നമ്മുടെ ബാക്കി ഫ്രണ്ട്സിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോഴാണ് ഞങ്ങൾ ഒരു സർപ്രൈസ് എന്നുള്ള രീതിയിൽ അറിയുന്നത്. ഞങ്ങളുടെ കൂടെ അവിടെ ഉണ്ടായിരുന്ന കെവിൻ എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ഓട്ടോയിൽ നിന്ന് ബ്രാൻഡ്ഫോർട്ടിലേക്ക് മൂവ് ചെയ്തിരുന്നു. ആള് ഈസ്റ്ററിന്റെ മുടക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, കളിക്കാൻ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾ അപ്പോഴായിരുന്നു അറിഞ്ഞത്. പിന്നെ കെവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ കുറേ നാൾ കൂടി, ഓൾമോസ്റ്റ് 1 year ആയി ഞങ്ങൾ എല്ലാവരും അവനെ കണ്ടിട്ട്. അതിന്റെ സന്തോഷങ്ങളും അവന്റെ വിശേഷങ്ങൾ ചോദിക്കലും. പിന്നെ മെയിൻ ക്വസ്റ്റ്യൻ, നമ്മളെയൊക്കെ മറന്നോ? അപ്പോഴേക്കും നമ്മുടെ ടൈം ഓൾമോസ്റ്റ് ആയി നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇവിടെ നമ്മൾ ഓൾറെഡി സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടാണ് കളിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും പങ്ക്ച്വലായിരിക്കും, കറക്റ്റ് സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്നു. കാരണം നമ്മുടെ സ്ലോട്ട് തീരുന്ന ടൈം ആകുമ്പോഴേക്കും നെക്സ്റ്റ് സ്ലോട്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ടായിരിക്കും. ഞാനും അശ്വതിയും ഭാമിയും അത്ര പ്രോ കളിക്കാരല്ലാത്തത് കൊണ്ടും കെവിൻ്റെതായ വാം-അപ്പ് സെഷൻസും ഇതെല്ലാം വന്ന്, കാരണം ഞങ്ങളുടെ മുൻപിൽ മാക്സിമം ഷോ കാണിക്കാനുള്ള ഫുൾ സെറ്റപ്പിലാണ് കെവിൻ എന്തായാലും വന്നിട്ടുള്ളത്. പിന്നെ ഇവരെല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഞാനും ഭാമി, അശ്വതിയും ഇവരൊക്കെ പറയുന്നത് കേട്ട് എങ്ങനെ കളിക്കണം, എങ്ങനെ സെർവ് ചെയ്യണം,
ഇതൊക്കെ ഓൾമോസ്റ്റ് കുറച്ചെങ്കിലും മനസ്സിലാക്കിയിട്ട് നമ്മളെല്ലാവരും എന്തായാലും നമ്മുടെ കളി തുടങ്ങി. ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ബാഡ്മിൻ്റണിൻ്റെ സെലക്ഷന് വേണ്ടിയിട്ട് ആഗ്രഹമുള്ളവരോടൊക്കെ വരാനായിട്ട് പറയും. അപ്പോൾ നമ്മളൊക്കെ എന്തായാലും പോവും. എന്നിട്ട് കുറച്ച് പേര് മാറ്റി നിർത്തും, അതായത് കളിച്ച് കുറച്ചെങ്കിലും അടിപൊളിയായിട്ട് കളിച്ചു എന്നുള്ളവരെ മാറ്റി നിർത്തും. പക്ഷെ ആകെ പറയുന്ന ഒരു കണ്ടീഷനിലാണ് നമ്മളെല്ലാവരും നോ പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് പറ്റില്ല എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ ഏർലി മോർണിംഗ് വരണം, അല്ലെങ്കിൽ ഈവൻ ദോ സ്കൂൾ കഴിഞ്ഞിട്ട് ലേറ്റ് ഈവനിങ്സ് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. പ്രാക്ടീസ് സെഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ പാരൻസിന് നമ്മളെ കൊണ്ടാക്കാനോ കൊണ്ടുവരാനോ ഒന്നും പറ്റില്ല. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുള്ളത് കൊണ്ട് ബാസ്കറ്റ് ബോൾ, വോളിബോൾ, ബാഡ്മിൻ്റൺ അങ്ങനത്തെ കുറേ കളികൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത ഒത്തിരി പേരെ എനിക്കറിയാം. ഈവൻ ഞാനാണെങ്കിലും അതിൽ ഒരു പാർട്ടായിരുന്നു. അപ്പം പണ്ട് എൻ്റെ അമ്മ പറയായിരുന്നു, ഇപ്പം നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ഏതെങ്കിലും ഒരു ടൈമിൽ മേ ബി നിങ്ങളുടെ സമയവും സാഹചര്യവും പൈസയും ഇതെല്ലാം നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാം. എന്തായാലും ആ ഒരു ശുഭാപ്തി വിശ്വാസം കയ്യിലുള്ളത് കൊണ്ടായിരിക്കാം ഒരു 10-26 വയസ്സായിട്ടാണെങ്കിലും ഇപ്പോഴും നമുക്കൊക്കെ ബാഡ്മിൻ്റൺ കളിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഗെയിം കഴിഞ്ഞ് ഇനി നമ്മൾ പള്ളി പോവാം. മോസ്റ്റ്ലി ഞാനൊരു മോർണിംഗ് പേഴ്സൺ അല്ല, ലേറ്റ് നൈറ്റാണ് കൂടുതൽ കാര്യങ്ങളെല്ലാം ചെയ്യാനിരിക്കുന്നത്. ഇപ്പോൾ ആപ്ലിക്കേഷൻ ആണെങ്കിലും എല്ലാ കാര്യത്തിനും. പക്ഷേ ഇങ്ങനെ ചില ദിവസങ്ങളിൽ നേരത്തെ എണീക്കുമ്പോൾ ഒരു എനർജി കുറവ് എന്ന് തോന്നുമെങ്കിലും ഈ ഒരു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു ദിവസമാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു നനവും കാറ്റും ഒക്കെ ഉള്ളൊരു ദിവസമാണെങ്കിൽ നമുക്ക് എന്തെന്നില്ലാത്തൊരു എനർജി എവിടെ നിന്നാണെങ്കിലും അത് കിട്ടിയിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് പള്ളിയിൽ പോകണം. ഞാൻ നാട്ടിലായിരിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഒരു 10 to 15 minutes ഒക്കെ നടന്നാൽ പള്ളി എനിക്ക് എത്തുമായിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ടാണ്, ലിറ്ററലി കാനഡയിൽ വന്നിട്ടാണ് എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ഒരു ആഗ്രഹമൊക്കെ എനിക്കുണ്ടായത്. അതൊരു പക്ഷേ പ്രാർത്ഥിക്കാനാണ് പോകുന്നത് സ്വാഭാവികമായിട്ടും. അതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ ഏറ്റവും കണ്ടിരിക്കുന്ന, എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിരിക്കുന്ന ഒരു ഗോ ടു പ്ലേസ് ആണ് ഇവിടുത്തെ സെയിന്റ് പാട്രിക് ചർച്ച്. കാരണം അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തെന്നില്ലാത്ത സമാധാനവും ഒരാശ്വാസമൊക്കെയാണ്. അതൊരു പക്ഷെ എനിക്ക് മറ്റൊരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ലായിരിക്കാം, ഞാൻ അനുഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അത്രയും അടുത്ത് പള്ളികൾ കിടന്നിരുന്ന സമയത്ത് പോലും നാട്ടിൽ ഇങ്ങനെ പള്ളി പോവാതിരുന്ന്, പിന്നെ ഇവിടെ ആണെങ്കിൽ ഇത്ര ദൂരം, ഇപ്പോൾ ഡൗൺ ടൗണിലേക്ക് എല്ലാ ദിവസവും വരാനാണെങ്കിൽ ഒരു 30 to 40 minutes ഒക്കെ എടുക്കുമായിരിക്കും. പിന്നെ പലവർക്കും പല കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ടായിരിക്കും. ഒരു പക്ഷെ ചിലവർക്ക് അതൊരു പ്രഹസനമെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ചിലവർക്ക് ഒരുപക്ഷെ തോന്നുമായിരിക്കും എന്തിനാ ഇപ്പം ഇതിൻ്റെ ഒക്കെ ആവശ്യം. പക്ഷേ പേഴ്സൺ ടു പേഴ്സൺ ഇറ്റ്സ് റിയലി ഡിഫറെൻറ്റ്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നോർത്ത് അമേരിക്കയിലും യൂറോപ്പിലൊക്കെ നോർമലി ഫോളോ ചെയ്യുന്ന ഒരു കസ്റ്റം 2 weeks ബിഫോർ ടു ഈസ്റ്റർ പള്ളിയിലെ എല്ലാ രൂപങ്ങളും, ഈവൻ ക്രൂശിത രൂപം പോലും ഒരു പർപ്പിൾ കളറായിട്ടുള്ള ക്ലോത്ത് വെച്ച് അവർ കവർ ചെയ്യും. ഒന്നെങ്കിൽ ദുഃഖ ശനിയാഴ്ച അല്ലെങ്കിൽ ഈസ്റ്ററിൻ്റെ എന്തായിരിക്കും അവരത് റിമൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ന് ഞാൻ പള്ളിയിൽ പോയപ്പോൾ ഞാൻ കണ്ടത് ഓൾമോസ്റ്റ് എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് രൂപങ്ങളെല്ലാം പഴയ പോലെ തന്നെ കാണാം. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്നത്തെ പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞു. നോ വേ, ഇനി വീട്ടിലെത്തിയിട്ട് വേണം നമുക്ക് ഷിഫ്റ്റിന് പോകാൻ. നമ്മൾ ബാഡ്മിൻ്റൺ ഗെയിമെല്ലാം കഴിഞ്ഞ് വന്നു, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പള്ളിയിൽ പോയി. ഇനിയിപ്പോൾ നമുക്ക് സെക്യൂരിറ്റി ഷിഫ്റ്റ് ഉണ്ട്, അപ്പോൾ അതിന് പോവാം. ഞാൻ കാനഡ വന്നിട്ടുള്ള ഈസ്റ്റർ സമയത്ത് ആദ്യമായിട്ടാണ് തോന്നുന്നു ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ പൊതുവെ എനിക്ക് ആ 3 ദിവസങ്ങളൊക്കെ മുടക്ക് കിട്ടാറുണ്ട്. ഇറ്റ്സ് നോ അതർ വേ, സോ പോയി തീരൂ. ഞാൻ ആകെ പാർട്ട് ടൈം ചെയ്യുന്നത് ഒരു സെക്യൂരിറ്റി ഷിഫ്റ്റാണ്, ലൈക്ക് സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ലൈക്ക് ഇറ്റ്സ് എ 4 hour ഷിഫ്റ്റ്. ഈ മുടിക്കെട്ട് കണ്ട് ചിലപ്പോൾ കുറച്ച് വർക്കെങ്കിലും ഫണ്ണി ആയിട്ട് തോന്നാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ലൈക്ക് അമ്മാമ്മമാരുടെ കെട്ട് പോലെ. ബിക്കോസ് കംഫർട്ടബിൾ ഇതാണ്. ഈ ചുരുണ്ട മുടി ഓർ കേളി ഹെയർ ഇറ്റ്സ് റിയലി ഹാർഡ് ടു മെയിൻറ്റെയിൻ. ദിസ് ഈസ് വെരി കംഫർട്ടബിൾ. ഞാൻ നടക്കുകയാണോ ഓടാണോ എന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് വന്നതാണെങ്കിൽ യെസ്, കൈൻഡ് ഓഫ് ഒരു തരം ഓട്ടത്തിലാണ്. ഇങ്ങനെയെങ്കിലും ഓടിയാലും എനിക്ക് ബസ് കിട്ടുള്ളൂ. നല്ല കാറ്റും നല്ല അടിപൊളി വെതറുമാണ്. ജോലിക്ക് പോകണ്ടെന്നൊക്കെ നമുക്ക് തോന്നും, പലതരത്തിൽ നമുക്ക് പ്രലോഭനം വരും, പക്ഷെ പോയേ തീരും. നമ്മൾ ഓടിപ്പിടിച്ച് വന്നില്ലായിരുന്നെങ്കിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരുന്നു. കാരണം കാലത്ത് നമ്മൾ ഓടി വന്നു, നമുക്ക് നേരെ മെട്രോ കിട്ടി. പക്ഷെ ഇപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാനായിട്ട് ഒത്തിരി സമയമുണ്ട്, നമുക്ക് എന്തായാലും കയറാം. ഇവിടെയാണ് ഞാൻ സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നത്, ബ്രോൺസൺ സെൻറ്റർ. ഇത് ഓൾമോസ്റ്റ് ഡൗൺ ടൗണിൽ തന്നെയാണ്. അപ്പോൾ ഒത്തിരി ട്രാവൽ ചെയ്ത് പോയിട്ടല്ല എനിക്ക് ജോലി എടുക്കാനുള്ളത്. ഇവിടെ ഇങ്ങനെ മന്ത്ലി ഒരു 8 കോൺസേർട്സ്, ചിലപ്പോൾ കോൺസേർട്സ് ആയിരിക്കാം, ചിലപ്പോൾ കോമഡി ഷോസ് ആയിരിക്കാം, പല പരിപാടികൾ ഇങ്ങനെ നടക്കും. നോർമലി അതൊരു 4 hour ഷിഫ്റ്റാണ്, എല്ലാം ഈവനിങ് ഷിഫ്റ്റ്സ് ആണ്. ആൾക്കാർ ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരിക്കും. മേ ബി ബോക്സ് ഓഫീസിൽ അപ്പോഴാണെങ്കിലും ചില സമയങ്ങളിൽ ടിക്കറ്റ് സെല്ലിംഗ് ഉണ്ടായിരിക്കും. ബിൽഡിങ്ങിലേക്ക് എൻട്രി ചെയ്യുന്ന സ്ഥലത്ത് തന്നെയായിട്ട് അവർ അപ്കമിങ് ഷോസിൻ്റെ നോട്ടീസസ് എല്ലാം വെച്ചിട്ടുണ്ട്. ഷോ തുടങ്ങുന്നതിന് ഒരു 15 minutes മുമ്പ് നമുക്ക് ഓൺ എ ഡെയിലി ബേസിസ് മീറ്റിംഗ് ഉണ്ടായിരിക്കും. ആ മീറ്റിങ്ങിലായിരിക്കും ആ ദിവസത്തെ ഷോയ്ക്ക് ആരൊക്കെ എന്തൊക്കെ ജോലികൾ ചെയ്യുന്നതെന്ന് പറയാം. ചിലപ്പോൾ സ്റ്റാമ്പിംഗ് ആയിരിക്കാം, ചിലപ്പോൾ റിസ്റ്റ് ബാൻഡ് കെട്ടിക്കൊടുക്കുന്നതായിരിക്കാം, അല്ലെ ടിക്കറ്റ് സ്കാൻ ചെയ്യുന്നതായിരിക്കും. ഇനി അതും അല്ലെങ്കിൽ അവരുടെ ID ചെക്ക് ചെയ്യുന്നതോ, അല്ലെങ്കിൽ സ്റ്റാമ്പ് ചെയ്ത ടിക്കറ്റ് റീഅഷ്യൂർ ചെയ്യുന്നതോ, അങ്ങനെ ഒത്തിരി പണികളുണ്ട് നമുക്ക് അവിടെ ചെയ്യാനായിട്ട്. എനിക്ക് എന്തായാലും കിട്ടിയ പരിപാടി ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ട് സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കുന്നതായിരുന്നു. ആൻഡ് ഇത് എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ളൊരു പണിയാണ്. കാരണം അറ്റ്ലീസ്റ്റ് എൻഗേജിങ് ആണ്, ബിക്കോസ് ആൾക്കാരോട് ഒരു ചെറിയ കോൺവെർസേഷനെങ്കിലും നടത്താൻ പറ്റും.
അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുള്ള ഒരു മ്യൂസിക് കോൺസേർട്ട് ആയിരുന്നു. ആൻഡ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിൽ ബാർസ് എപ്പോഴും ഓപ്പൺ ആയിരിക്കും. പിന്നെ ഒത്തിരി ആൾക്കാർ ചില സമയങ്ങളിൽ സീറ്റഡ് ഷോസ് ആയിരിക്കും, അസൈൻ സീറ്റ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എല്ലാവരും നിന്നിട്ടായിരിക്കും ഫുൾ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഞാനിടയ്ക്ക് ചിന്തിക്കാറുണ്ട്. കാരണം നമ്മുടെ നാട്ടിലൊന്നും 50+ ഏജ് ഉള്ളവരൊന്നും ഇങ്ങനത്തെ ഷോസ് പോകുന്നത് ഇറ്റ്സ് നോട്ട് എ കോമൺ തിങ്. പക്ഷെ ഇവിടെ വരുന്ന ഇത്തരം ഷോസിൽ വരുന്ന മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ എന്ന് പറയുന്നത് 50+, 60+ ആയിട്ടുള്ള ആൾക്കാരാണ്. ആൻഡ് കപ്പിളായിട്ട് വരുന്നവരെല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് പരിപാടി കഴിഞ്ഞു പോകുന്നത്. അങ്ങനെ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് എൻഡ് ചെയ്യാറായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇൻ ബിറ്റ്വീൻ പരിപാടിയിൽ ഞാൻ കുറച്ച് സാഡായിരുന്നു. കാരണം ഈസ്റ്ററിന്റെ തലേദിവസമാണ്. അപ്പോൾ ഈസ്റ്റർ കുർബാന കാണാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം. കാരണം ഷിഫ്റ്റ് ചെയ്യുന്നത് ലേറ്റ് നൈറ്റ് ആയിട്ടാണ്. ആ ഒറ്റ റീസൺ കൊണ്ട് നമ്മൾ കുർബാന മിസ് ചെയ്യും എന്നാണ് നമ്മൾ ആദ്യം വിചാരിച്ചത്. പക്ഷെ എൻ്റെ എന്തോ ഭാഗ്യത്തിന് അന്നത്തെ ദിവസം ഷിഫ്റ്റ് കുറച്ച് നേരത്തെ കഴിഞ്ഞു. വീട്ടിൽ പോവാണ്. ഈസ്റ്റർ കുർബാനയ്ക്ക് നമുക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒന്നും നോക്കിയില്ല. എങ്ങനെയെങ്കിലും ഒരു ഊബർ വിളിച്ച് വീട്ടിലെത്തി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് പള്ളിയിൽ എത്തണം എന്നൊരൊറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ഞാൻ ഈസ്റ്റർ കുർബാനയ്ക്ക് പോയോ എന്ന്. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വീഡിയോ. ബൈ.